മുനിസിപ്പൽ ടാപ്പിൽ നിന്നും ശുദ്ധജലം വീഴുന്നത് പോലെ ആയിരിക്കണം യഥാർത്ഥ അഭിനയം. ഞാൻ പ്ലെയർ അല്ല, എനിക്ക് സ്വന്തമായിട്ട് ടീമുണ്ട് UK സ്വന്തമായിട്ട് ടീമുണ്ട്. പുളിമുക്ക് പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അല്ല, പാറച്ചന്ത റോയൽസ് അല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള, ബാഴ്സലോണ പോലെയുള്ള വലിയ 2 ബാങ്ക് ഉൾപ്പെടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ മനോഹരമായിരുന്നു. ഊതിയതാണല്ലേ? അല്ലടാ സത്യം. ഒരാള് പണക്കാരനാണെന്ന് പുള്ളി തന്നെ പറയുന്നു. പുള്ളി കാരണം ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി, പൈസയൊക്കെ അങ്ങനെ ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ പുള്ളി പറ്റിയിരുന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഉറപ്പായിട്ടും മുട്ടയെ നമുക്ക് വലിച്ചു കിറാം. കേരളത്തിലെ 2 മുട്ടകളാണ് നമുക്കിപ്പം. ഒന്ന് റിപ്പോർട്ടറിൽ ഒരു മുട്ട, സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ഇതാണ്ട് ഇവിടെ വേറൊരു മുട്ട. മടങ്ങി വരാം. ഒരു മെസ്സേജ് ചെയ്യാൻ വായിക്കാം. എങ്ങനെയാണ് ഈ ദിലീപിന്റെ PR സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ കോടതി തീരുമാനിക്കുന്നത് വിധി, അത് നീയല്ല തീരുമാനിക്കേണ്ടത് പരമൊട്ടെ. സമാധാനമായല്ലോ. കഥം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റ ആശാനും വീഴും. ഇവിടെ കുരിശ കയറി വരുന്നത്. അത് PR ടീം അല്ല, ശരിക്കുള്ള കേരളത്തിലെ ജനങ്ങളാണ് എന്റെ പൊന്നു മുട്ടെ. കോടതി തീരുമാനിക്കുന്നതാണ് വിധി, നീയല്ല തീരുമാനിക്കുന്നത് പരമൊട്ടെ എന്ന് പറഞ്ഞ് ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ PR ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ്. ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്ത് രംഗം? അത് PR ടീം അല്ലെന്ന് ഇയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ഇല്ല ഇവിടെ. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. ഈ മുട്ടയരന്നെ പോലെയൊക്കെയുള്ള പത്രപ്രവർത്തകന്മാർ കാണിക്കുന്ന ചെറ്റതരം ഉണ്ടല്ലോ, അതായത് ഇയാളെ തൂക്കിക്കൊല്ലണം. എന്റെ ചിറകുടഞ്ഞ കിനാവുകൾക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം? നിന്റെ ചിറക് ഞാൻ ഒടിക്കും, മിണ്ടായിരുന്നോണം. അയാള് ബാക്കി പൾസർ അടക്കമുള്ള മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരെല്ലാരും രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷെ ദിലീപിനെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിക്കുന്ന ഒരു വലിയ ടീം പത്രപ്രവർത്തന രംഗത്തും സിനിമാ രംഗത്തും ഉണ്ട്. മതി മുത്തുമോനെ, എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. യു ആർ വെരി റിയലി ലക്കി മാൻ. കണ്ടോടാ, ഇതാണ് ആ ജാമ്യം. 85 ദിവസം അകത്ത് കിടന്നിട്ട് കിട്ടിയ ജാമ്യം. ഞങ്ങളുടെ ജാമ്യം, ഞങ്ങളുടെ ദിലീപേട്ടന്റെ ജാമ്യം. ആണോ? പിന്നെ ഞങ്ങളുണ്ടാ ദിലീപേട്ടന്റെ കൂടെ, ഞാനുണ്ടാ, ഞാൻ മരിക്കോടാ ദിലീപേട്ടന്റെ കൂടെ. എന്താ ഇവന് ഓടാ മനസ്സിലെ ടെൻഷൻ ആക്കാനായിട്ട്. സാറിന് മനസാക്ഷിയുണ്ടോ? കൂടുതലില്ല, തീരെയില്ല. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. സംസാരിച്ച സമയങ്ങളെ എന്റെ വാച്ചില്ല. അപ്പോ ഞാൻ